നമ്മുടെ സുന്ദരമായ ഇന്ത്യ ഏകദേശം 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 147 കോടി ജനത്തിലേക്ക് ഇന്ത്യ കുതിക്കുന്നു. അങ്ങനെ അനവധി ഭാഷ സംസാരിക്കുന്ന നമ്മുടെ സുന്ദരമായ ഇന്ത്യ ഇന്ന് നാം ആയിരിക്കുന്നത് 2026 ഓഗസ്റ്റ് മാസം 14-ാം തീയതിയാണ്. 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യമായത്. ലോകത്തെപ്പറ്റി പഠിക്കുമ്പോൾ 4-5 സാമ്രാജ്യങ്ങൾ ലോകത്തെ വാണു. 1 ബാബേൽ സാമ്രാജ്യം, 2 മേദ്യ പാർസി സാമ്രാജ്യം, 3 ഗ്രീസ് സാമ്രാജ്യം, 4 റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണമായിരുന്നു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 200ഓളം വർഷങ്ങൾ ഇന്ത്യയെ ഭരിക്കുവാനിടയായി. അതിൽ നിന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ചാച്ചാജി, നമ്മുടെ മഹാത്മജി വളരെ സമരങ്ങൾ, ദണ്ഡി സമരം, ഉപ്പ് സമരം, 1942 വലിയൊരു ഏറ്റവും മൗണ്ട് ബാറ്റൻ പ്രഭുവുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക 1942 അദ്ദേഹം വളരെ ശക്തമായി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടത്തുകയും 47 അത് ഇന്ത്യയുടെ ഓരോ നാട്ടുപട്ടണങ്ങളിൽ അത് ശക്തമാകുകയും ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ 47 ഓഗസ്റ്റ് മാസം 14 അർദ്ധരാത്രി അല്ലെങ്കിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ മഹാരാജ്യം ലോകത്തിൻ്റെ ഭൂപടത്തിലേക്ക് വന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 79 വർഷങ്ങൾ പിന്നിടുന്നു. ഞാൻ പോകുന്നത് 80ാമത്തെ വർഷത്തിലേക്കാണ്. ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇത് കുതിച്ചുകൊണ്ടിരിക്കുന്നു. വ്യോമസേനയിൽ 4ാമത്തെ ശക്തിയായി കുതിച്ചുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നും വെല്ലുവിളികളും നമുക്ക് നേരിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനുമായി ഒരു വിഷയം നടന്നപ്പോൾ തുർക്കി എന്ന രാജ്യം പാകിസ്ഥാനെ സഹായിച്ചു. അതൊരു വലിയ വിഷയമായി ഇന്ത്യയുടെ മേൽ വന്നു. ഇന്ന് നമ്മൾ ഈ കൺവെൻഷനിലായിരിക്കുമ്പോൾ ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്ന 3 സഖ്യങ്ങൾ ഇന്ത്യക്കെതിരെ വളരെ ശക്തമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കരങ്ങൾ കൊടുത്തു കഴിഞ്ഞു. സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും ചേർന്ന ഒരു സംവിധാനം ഇവിടെ വരുന്നു. ഇന്ത്യയിലെ ഗവൺമെന്റിനും അത് വളരെ ഭീതി ഉണ്ടാക്കുന്നു. എങ്കിലും നമ്മുടെ ദൈവമക്കളുടെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായിരിക്കണം. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, റോമാലേഖനത്തിൽ നിങ്ങളുടെ അധികാരികൾക്ക് നിങ്ങൾ കീഴടങ്ങേണ്ടതാകുന്നു. അതുകൊണ്ട് നമ്മുടെ പെയ്ത്തൂമുകളിൽ, നമ്മുടെ കൺവെൻഷനുകളിലെല്ലാം ഇന്ത്യയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ലൈവ് കാണുന്ന കുഞ്ഞുങ്ങളോട് ആർഷഭാരതം, ദൈവത്തിൻ്റെ സുന്ദരമായ കേരളമൊക്കെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭരണാധികാരികൾക്കും നമ്മുടെ സ്റ്റേറ്റുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഒരു ഇന്ത്യയിൽ വിഭജനങ്ങൾ ഉണ്ടാകരുത്, ഒരു വെട്ടിമുറി ഉണ്ടാകരുത്. ഒരമ്മ മക്കളെ പോലെ ജീവിക്കുവാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി കൊടുക്കണം. അപ്പോൾ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങൾ ബോധവൽക്കരിക്കുന്നു. നാളെ കേൾക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സന്ദേശം ഉയരുമ്പോൾ നമ്മളെ മനുഷ്യകുലത്തെ മുച്ചൂട് മുടിച്ചുകൊണ്ടിരിക്കുന്ന ചില മാരക വിപത്തുകൾ ഇന്ന് നമ്മെ ആഞ്ഞടിക്കുന്നു. അതിലൊന്ന് മദ്യപാനം, 2 പുകവലി, 3 മയക്കുമരുന്ന്, 4 ആത്മഹത്യ, 5 കൊലപാതകങ്ങൾ, 6 പെട്ടെന്നുള്ള പല പ്രശ്നങ്ങളും ഇന്ത്യയിൽ കവർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്റർനെറ്റിന്റെ അതിപ്രസരവും ഇവിടെ നടക്കുമ്പോൾ ഭാവികാല ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ സമാധാനവും സമസ്തവും സുന്ദരവുമായ ഒരു ഭാവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഭരണാധികാരികൾ ഏകദേശം 3 ടൈമായി ബഹുമാനപ്പെട്ട മോഡിജി ഇന്ത്യയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സാക്ഷര കേരള, സുന്ദര കേരളത്തിൽ ബഹുമാനപ്പെട്ട VD സതീശൻ സാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭരണാധികാരികളെ നമ്മൾ ഓർക്കാം. അതോടൊപ്പം അതിർത്തി മേഖലയിൽ കാവൽ നിൽക്കുന്ന അനേക ഭടന്മാർ നാടും വീടും വിട്ടിട്ട് ഇന്ത്യയുടെ സമാധാനത്തിന് വേണ്ടി കാശ്മീരിലും ലഡാക്കിലും പഞ്ചാബിലും അമൃത്സറിലും BSFകാരും CSFകാരും ഒക്കെ ഒത്തിരി പേർ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മണ്ണിലുള്ള നമ്മുടെ മലയാളികൾ, അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം അനവധി പേർ അമേരിക്കയിലും കാനഡയിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും ലോകത്തിൻ്റെ വിവിധ പട്ടണങ്ങളിലായിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യം സമാധാനത്തോടും സൗഹൃദത്തോടും അടുത്തൊരു സ്വാതന്ത്ര്യദിനം കടന്നു വരുന്നത് വരെ കലാപങ്ങളോ വെടിവെപ്പുകളോ കൊലപാതകങ്ങളോ യുദ്ധങ്ങളോ ഇല്ലാതെ ദൈവത്താൽ കാക്കപ്പെടുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് ദൈവസഭയുടെ കടമയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് മാത്രമല്ല പ്രാർത്ഥന, നമ്മുടെ ചർച്ചകൾക്ക് മാത്രമല്ല പ്രാർത്ഥന. നാം കാൽ ചവിട്ടിയിരിക്കുന്ന ഭൂമിയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. അബ്രഹാമിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെയെങ്കിൽ ദൈവമക്കളുടെ നാവിൽ ദൈവം വെച്ചത് അനുഗ്രഹമാ.
അതുകൊണ്ട് ഒരു സ്വാതന്ത്ര്യത്തിന് കടന്നു വരുന്നത് വരെ ഇന്ത്യ മഹാരാജ്യം ഒരു യുദ്ധങ്ങളിൽ ഏർപ്പെടാതെ, കലാപം വരാതെ, പ്രകൃതി ദുരന്തങ്ങൾ വരാതെ, ആത്മഹത്യകളും കൊലപാതകങ്ങളും കൊള്ളിവെപ്പുകളും ഒന്നും നടക്കാതെ ഇന്ത്യ മഹാരാജ്യത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം എഴുന്നേൽക്കാം. എല്ലാവരും വലത് കരം ഉയർത്തിപ്പിടിക്കാം. നാം കാൽ ചവിട്ടിയിരിക്കുന്ന ഭൂമി, പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ ശങ്കുലി, ഇടയ്ക്ക് ഗ്യാസിന്റെ വിഷയം വന്നു, പെട്രോളിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മാറി സമാധാനത്തോടെ ഇന്ത്യ മഹാരാജ്യം നാളെ പ്രഭാതത്തിൽ ചെങ്കോട്ടയിൽ അതിപ്രശസ്തമായ ഇന്ത്യയുടെ പ്രസിഡന്റ് ആ കൊടി ഉയർത്തുമ്പോൾ, ത്രിവർണ്ണ പതാക ഉയർത്തുമ്പോൾ, അടുത്ത ഒരു വർഷം ഇന്ത്യ സമാധാനത്താൽ കാക്കപ്പെടുവാൻ, കൊച്ചു കേരളം കാക്കപ്പെടുവാൻ, മദ്യം, മയക്കുമരുന്ന്, പുകവലി, കൊലപാതകങ്ങൾ ഒന്നുമില്ലാതെ ഒരമ്മ മക്കളെ പോലെ ജീവിക്കുവാൻ, ഇന്ത്യയിലെയും കൊച്ചു കേരളത്തിലെ എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കാൻ നമ്മുടെ വലത് കരം ഉയർത്തിപ്പിടിച്ച് ഈ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിയാട്ടെ. എഴുന്നേൽക്കുവാൻ കഴിയുന്നവർ വലത് കരമുയർത്തി നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിവേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. 1947 ബ്രിട്ടീഷ് കോളനി വാസത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്തിന് അങ്ങ് സ്വാതന്ത്ര്യം തന്നതിനായി നന്ദി. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, ഇന്ത്യ മഹാരാജ്യത്തെ ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 28 സംസ്ഥാനങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഏൽപ്പിക്കുന്നു. 147 കോടി ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. മഹത്വവാനായ ദൈവമേ, ഓരോ പട്ടണങ്ങളും എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ത്യയെ ഭരിക്കുന്ന ഞങ്ങളുടെ പ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിന്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ, സ്വസ്ഥതയോടെ ഇന്ത്യ മഹാരാജ്യത്തെ ഭരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവരെ ബലപ്പെടുത്തണമേ. ഓരോ സ്റ്റേറ്റിലെ ഗവർണർമാരെയും, ഓരോ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരെയും, മന്ത്രിമാരെയും, കളക്ടർമാരെയും ഞങ്ങൾ ഇത്തരുണത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, കേരള സംസ്ഥാനത്ത് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സാർ, കൂടെയുള്ള ഭരണകർത്താക്കൾ, പ്രതിപക്ഷ നേതാക്കൾ, കളക്ടർമാർ എല്ലാം ദൈവത്താൽ കാക്കപ്പെടട്ടെ. ഒരമ്മ മക്കളെ പോലെ ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലെ മക്കൾ ഒരുമിച്ച് ജീവിക്കുവാൻ ദൈവകൃപ കൊടുക്കണമേ. ഒരു കത്തിക്കുത്തോ കൊലപാതകമോ ഒരു ആത്മഹത്യകളോ ഒന്നോ വരും വർഷങ്ങളിൽ ദുരന്തങ്ങളില്ലാതെ ഇന്ത്യ ദൈവത്താൽ കാക്കപ്പെടട്ടെ. കർത്താവേ, വിദേശ രാജ്യങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യദിനത്തിൽ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി വി ആർ പ്രേയിങ് ഞങ്ങളുടെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ, അപ്പന്മാരെയും അമ്മമാരെയും ഭാര്യമാരെയും പിരിഞ്ഞ് അതിർത്തിയിൽ രാപ്പകൽ ഇന്ത്യ മഹാരാജ്യത്തെ കാക്കുന്ന സകല പട്ടാളക്കാരെ, സൈനിക ഓഫീസർമാരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അടുത്ത ഒരു സ്വാതന്ത്ര്യദിനം ഞങ്ങൾ ആഘോഷിക്കുന്നത് വരെ സമാധാനത്തോടെ, സ്വസ്ഥതയോടെ ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യണം. തിരുവനന്തപുരം ജില്ലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. ഈ മേഖലയിലെ മുനിസിപ്പൽ ചെയർമാൻമാർ, ഈ പട്ടണത്തിലെ MLA-മാർ, MP-മാർ എല്ലാം എന്റെ ദൈവത്താൽ കാക്കപ്പെടട്ടെ. ഞങ്ങൾ ഒരുമിച്ച് സിയോൻ സംഘം ഇന്ന് രാത്രി വ്ളാങ്ങാമുറി ഇന്ത്യ മഹാരാജ്യത്തെയും ഇവിടുത്തെ ജനങ്ങളെയും ഇവിടുത്തെ ഭരണാധികാരികളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ ഇന്ത്യയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ഇന്ത്യ, ബ്ലസ് ഇന്ത്യ, ബ്ലസ് ഇന്ത്യ. സമാധാനത്തിന്റെ ദൈവം ഇന്ത്യ മഹാരാജ്യത്തെ കാക്കട്ടെ. ആകാശം വിസൃഷ്ടിച്ച യഹോവയാൽ ഭരണാധികാരികളും സകല സ്റ്റേറ്റുകളും ഞങ്ങളുടെ മക്കളും ദൈവത്താൽ കാക്കപ്പെടട്ടെ. അടുത്തൊരു സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി ഞങ്ങൾ ദർശിക്കുന്നത് വരെ കോടി തന്റെ കുഞ്ഞുങ്ങളെ മറയ്ക്കുന്നത് പോലെ ഇന്ത്യ മഹാരാജ്യം എന്റെ ദൈവത്താൽ മറച്ചു കാക്കപ്പെടട്ടെ. മഹത്വം അങ്ങയ്ക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലസ് ഇന്ത്യ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ.